ഹായ്, ഇന്ന് നമുക്ക് തിടമ്പ് അല്ലെങ്കിൽ കോലം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ആദ്യത്തെ ഐറ്റം റെഡ് വെൽവെറ്റ് ക്ലോത്താണ്. ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കാനായാലും തിടമ്പ് ഉണ്ടാക്കാനായാലും റെഡ് വെൽവെറ്റ് ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല കളറുള്ള റെഡ് വെൽവെറ്റ് ക്ലോത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെറ്റിപ്പട്ട മെറ്റീരിയൽസ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണേ. അടുത്ത ഐറ്റം കോലത്തിൽ ഉപയോഗിക്കുന്ന ഫ്രെയിമാണ്. പല വലുപ്പത്തിലുള്ള ഫ്രെയിമുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഏകദേശം 1.5 അടി മുതലുള്ള ഫ്രെയിമുകൾ അവൈലബിൾ ആണ്. അടുത്ത ഐറ്റം നാഗപടമാണ്. കോലത്തിൻ്റെ ഫ്രെയിം ഒട്ടിച്ചതിന് ശേഷം സൈഡിലായിട്ട് നമ്മൾ നാഗപടമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ നാഗപടം പരിചയപ്പെട്ടിരുന്നു. കോലത്തിൻ്റെ ഫ്രെയിമിനനുസരിച്ച് പല വലുപ്പത്തിലുള്ള നാഗപടങ്ങൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നു. അടുത്ത ഐറ്റം ഫ്ലവേഴ്സാണ്. നമ്മൾ തിടമ്പുണ്ടാക്കുമ്പോൾ നിരത്താനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലവേഴ്സാണ്. പല വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഫ്ലവറിൻ്റെ ഏറ്റവും ചെറിയ സൈസാണ്. നമ്മൾ ഫ്രെയിമിൽ നിന്നും വെട്ടി വെച്ചിരിക്കുന്നതാണ് ഈ ഫ്ലവേഴ്സ്. അടുത്ത ഫ്ലവർ ഇതിലും വലിയ ഫ്ലവറാണ്. ഇത് നമ്മൾ ഫ്രെയിമിൽ നിന്നും വെട്ടി വെച്ചിട്ടുള്ളതാണ്. ഈ രണ്ട് ഫ്ലവേഴ്സിൻ്റെയും ഇടയ്ക്ക് വരുന്ന സൈസാണിത്. ഇതുപോലെ ഫ്രെയിമിലായിട്ടാണ് നമുക്ക് ഫ്ലവേഴ്സ് കിട്ടുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നായി വെട്ടിയെടുത്താണ് ഒട്ടിക്കുന്നത്. അടുത്ത ഐറ്റം ഗോളകമാണ്. കോലത്തിൻ്റെ താഴെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഗോളകം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗോളകത്തിൻ്റെ 2 സൈസാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്, ഒരു ചെറുതും ഒരു വലുതും. അടുത്തായിട്ട് നമ്മൾ കോലത്തിൻ്റെ ടോപ്പിലായിട്ട് ഒട്ടിക്കുന്ന ഈ മുത്താണ്. നമ്മൾ കോലത്തിൽ ഉപയോഗിക്കുന്ന കുടയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അടുത്ത ഐറ്റം കോലത്തിൽ ഉപയോഗിക്കുന്ന കുടയാണ്. ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റാണ്. നമുക്ക് ഒറ്റയ്ക്കായിട്ടും ഈ കുട വാങ്ങാനായിട്ട് കിട്ടും. നമ്മുടെ ഇഷ്ടപ്രകാരം 3 or 5 കുടകൾ ഒരു കോലത്തിൽ വയ്ക്കാവുന്നതാണ്. ഇത് കോലത്തിൽ നമ്മൾ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കുന്ന ലേസാണ്. അടുത്തതായിട്ട് നമ്മൾ കോലത്തിൽ അല്ലെങ്കിൽ തിടമ്പിൽ ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്ന രൂപങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായി പോയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ്റെ വെച്ചിട്ടുള്ള തിടമ്പാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള കുറച്ച് രൂപങ്ങളാണ്. മാതാവ്, ഉണ്ണീശോയും ഈശോയും. ഈശോൻ്റെ രൂപം വെച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റാർ നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് സരസ്വതി, മഹാലക്ഷ്മി, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ രൂപമാണുള്ളത്. ഇത് വീണ്ടും ഒരു മാതാവിൻ്റെ ഒരു മോൾഡാണ്. ഗണപതി, ഒരു കുഞ്ഞ് ഗണപതിയാണ്. പിന്നെ വെണ്ണ തിന്നുന്നൊരു കുഞ്ഞ് കൃഷ്ണൻ. കൃഷ്ണനും രാധയും. ഈ മോൾഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആലവട്ടം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒരു മുസ്ലിം പള്ളിയുടെയാണ്. ഇത് ബക്രീദ് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ഗുരുവായൂരപ്പൻ്റെ മോൾഡാണ്.
പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് വൂളൻ ത്രെഡ്. ലാസ്റ്റായിട്ട് നമ്മൾ തിടമ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് താലിയും കൊളുത്തും. തിടമ്പിൽ ഉപയോഗിക്കുന്ന കുട നമ്മൾ താലിയും കൊളുത്തും ഉപയോഗിച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ തിടമ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നെറ്റിപ്പട്ട റിലേറ്റഡ് ആയിട്ടുള്ള അടുത്തൊരു നല്ല വീഡിയോ വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.